നടി നിഷ സാരംഗ് എല്ലാവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരമാണ്. മിനി സ്ക്രീൻ താരം എന്ന് പറഞ്ഞ താരങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. 1999 അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെയാണ് ഇവർ അഭിനയ ജീവിതത്തിൽ എത്തിയത്. നിഷ അതിനുശേഷം നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പും മുളകും എന്ന സിറ്റ്കോം പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത്. ഇതിലെ നീലു എന്ന കഥാപാത്രത്തെ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകരും ഏറ്റെടുത്തത്. 9 വർഷത്തോളമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറേയില്ല. നീലു എന്ന നിഷ സാരംഗ് ഈ ഒരു സീരിയലിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് നാളുകളേറെയായി. ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ഊരിത്തിരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നിഷയോ ഈ ഒരു സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഉപ്പും മുളകിൽ നിന്ന് നിഷ മാറി നിന്നതിന് ശേഷം താൻ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിരിക്കുകയാണ് താരം. അടുത്തിടെ നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് അവർ ഇക്കാര്യമെല്ലാം പറയുന്നത്. അതായത് അവിടെ നിന്ന് വന്നതിന് ശേഷം താൻ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും അതുപോലെ കൗൺസിലിങ്ങിലൂടെയാണ് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നതെന്നുമാണ് നിഷ പറയുന്നത്. എന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജീവിക്കാനുള്ള വെപ്രാളമാണ് ധൈര്യം തരുന്നത്. വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ടും അവർ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. സെറ്റിലുണ്ടായ പ്രശ്നങ്ങൾ സീരിയലിലെ കുട്ടികളെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇല്ലാതിരിക്കുമ്പോഴുള്ള വിഷമം അവർക്കുണ്ടാകും, നമുക്കും കാണും. എന്നാൽ ആത്യന്തികമായി ജീവിക്കണമെങ്കിൽ ജോലി എടുക്കണം, അന്നം വേണം. തൊഴിൽ ചെയ്യാതെ കാശ് കിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബുകാരൻ പറയുന്നത് കേട്ട് ഇവർക്ക് വല്ല പാത്രം കഴുകാൻ പൊയ്ക്കൂടെ, അല്ലെങ്കിൽ ഹോട്ടലില് ജീവിച്ചൂടെ എന്ന്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം. ഇങ്ങനത്തെ യൂട്യൂബർമാർ പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. ഉപ്പുമുളകിൽ നിന്ന് വന്നതിന് ശേഷം 1 മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു. കാരണം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ ഡെഡായി പോയിരുന്നു. പിന്നെ 1.5 മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു. പിന്നീട് 4-5 സിനിമകൾ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 7 മാസമായി. ചെയ്യാനുള്ള പടങ്ങൾ ചെയ്ത ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. ഉപ്പുമുളകിന്റെ ഭാഗമാകും വരെ എന്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങോട്ടും പോകാറുമില്ലായിരുന്നു. ആരുമായും ബന്ധവുമില്ലായിരുന്നു. ഉപ്പുമുളകും തുടങ്ങി 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാർക്ക് അവരുമായി കണക്ഷൻ വന്നു തുടങ്ങിയത്. കുട്ടികളെ ലൊക്കേഷനിൽ വരുമായിരുന്നു. അവരുടെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമാവുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പ്രൊഫഷനെയും ഫാമിലിയും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്നത് നല്ലതാണെന്ന് നിഷ പറയുന്നുണ്ട്. വീട് പണി നടന്നിരുന്ന സമയത്ത് നിരന്തരം ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു അന്ന്. മാവേലിയെ കാണുന്നത് പോലെയായിരുന്നു മക്കൾക്ക് ഞാൻ. കൂടുതലും ഷൂട്ട് തിരുവനന്തപുരത്തായിരുന്നു. അന്ന് നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു. ഇപ്പോൾ എന്റെ മനസ്സ് ഞാൻ പിടിച്ചിടത്ത് നിൽക്കുന്നില്ല. വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, ബിസിനസ് തുടങ്ങാം എന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാറ്. പണ്ട് ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു. റിയൽ എസ്റ്റേറ്റും ടപ്പർവെയർ ബിസിനസ്സും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നിഷ പറയുന്നുണ്ട്. ഉപ്പുമുളകിലെ നിഷയുടെ മകളായിട്ട് അഭിനയിക്കുന്ന ബേബി അമേയ എന്ന പാറുക്കുട്ടിയെ മിസ് ചെയ്യാറുണ്ടോ എന്ന് അവതാരക ചോദിച്ചപ്പോൾ നിഷ വികാരഭരിതയായിട്ട് വിതുമ്പുന്നതും ആ വിഷയം സംസാരിക്കാതിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്.